ഹായ് എവ്രി വൺ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ സൈലം ടെക്നിക്കലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ LSTD ഗ്രേഡ് 3 എക്സാംസ് ഒക്കെ നമുക്ക് അടുത്ത് വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാം, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സിലബസിൽ നമുക്കത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. മെയിനായിട്ടും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ആ ഒരു ഹൈവേ പോർഷൻസും അതേപോലെ തന്നെ റെയിൽവേ ആൻഡ് ടണൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിലബസിൽ കാണുന്ന ഒരു പോർഷനാണ് റെയിൽവേ എന്ന് പറയുന്നത്. കുറച്ചധികം പോർഷൻസ് റെയിൽവേയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ. ഏത് ഇയറിലാണ് ഫസ്റ്റ് ട്രെയിൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ എ കൊടുത്തത് 1835 ആണ്. ഓപ്ഷൻ ബി 1935. ദെൻ ഓപ്ഷൻ സി 1753. ഓപ്ഷൻ ഡി 1853 ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പം അതിനുള്ള കറക്റ്റ് ആൻസർ 1853 ഫസ്റ്റ് ട്രെയിൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 1853. അന്ന് എവിടെ തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ബോംബെ ടു താനെ ആയിരുന്നു അന്നത്തെ ആ ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ബോംബെ ടു താനെ ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1853. പിന്നെ നിങ്ങൾ എന്തോർക്കണം, ഡിഫറെൻറ്റ് റെയിൽവേ സോണുകളുണ്ട്, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. 4 സോണുകൾ ഞാനിവിടെ എടുത്ത് പറയാം, ബാക്കിയുള്ള പോർഷൻസും പഠിക്കേണ്ടതാണ്. റെയിൽവേ സോണുകൾ, ഫസ്റ്റ് സോൺ പറയുകയാണെങ്കിൽ റെയിൽവേ സോൺസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് റെയിൽവേ സോൺസ് പറയുകയാണെങ്കിൽ നമ്മളുടെ സദേൺ റെയിൽവേ. ഓക്കെ, സദേൺ റെയിൽവേ സോണിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ദെൻ അടുത്ത രണ്ടാമത്തെ സോണാണ് നോർത്തേൺ സോൺ എന്ന് പറയുന്നത്. നോർത്തേൺ സോൺ, ആ ഒരു നോർത്തേൺ സോണിന്റെ കേസിൽ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയാണ്. ഓക്കെ, തേർഡ് വൺ വെസ്റ്റേൺ സോണ് അല്ലെങ്കിൽ വെസ്റ്റേൺ സോണ് മുംബൈ ആണ്. അതേപോലെ തന്നെ ആ ഒരു സെൻട്രൽ സോണും നമുക്ക് മുംബൈ തന്നെയാണെന്ന് പറയാം. സെൻട്രൽ സോണ് ഓൾവേസ് മുംബൈ ആണ്. ഇനി അടുത്ത 4ാമത്തെ സോണായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈസ്റ്റേൺ സോൺ. ഈസ്റ്റേൺ സോൺ എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ഓക്കെ, അതിലും കുറച്ചധികം പഠിക്കാനുണ്ട്, കുറച്ചധികം സോൺസുകൾ കൂടി ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കൊണ്ട് വെക്കുക. അപ്പം നമ്മളിവിടെ ഓപ്ഷൻ വരുവാണെങ്കിൽ ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ഇൻ എന്ന് ചോദിക്കുമ്പോൾ 1853 ബോംബെ ടു താനെയാണ്. ഓക്കെ, അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ: സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ ഫോർ ബ്രോഡ് ഗേജ്. ഒരു ബ്രോഡ് ഗേജിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഗേജ് എന്നറിയണം അല്ലെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഗേജ്. നമുക്കറിയാം, ഒരു ട്രാക്കിൽ 2 റെയിൽസുകൾ കൊടുത്തിട്ടുണ്ടാവും. 2 റെയിൽസുകൾ ഇങ്ങനെ ഒരു സെർട്ടൈൻ സ്പേസിങ്ങിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ 2 റെയിലുകൾ തമ്മിലുള്ള ആ ഒരു ടോപ്പിലെ ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് ഗേജസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതായത് ഫസ്റ്റ് വൺ ബ്രോഡ് ഗേജ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ മീറ്റർ ഗേജ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഗേജ് ഉണ്ട്, നാരോ ഗേജസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും ആ ഒരു ഇന്നർ ടു ഇന്നർ സ്പേസിങ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ഒരു ബ്രോഡ് ഗേജ് റെയിൽവേ ട്രാക്ക് ആണെങ്കിൽ ആ ഒരു ഇന്നർ ടു ഇന്നർ സ്പേസിങ് എന്ന് പറയുന്നത് 1.672 മീറ്റർ ആണ്. 1.762 മീറ്റർ ആണ്. 1.762 മീറ്റർ ആണ്. ഇനി ഒരു മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ 1.435 മീറ്റർ ആണ്. ദെൻ ഒരു നാരോ ഗേജ് ആണ് 0.762 മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഗേജസിന്റെ വാല്യൂസ്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചത് ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ലെങ്ത് എത്രയാണ് ഒരു ബ്രോഡ് ഗേജ് റെയിലിന്റെ കേസിൽ. അപ്പം നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ആ ഒരു റെയിൽ നമുക്കൊരു ഇത്ര ലെങ്ത് വരെയായിരിക്കും കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ലെങ്ത്തിനെയാണ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് എ റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെങ്ത് ഫോർ എ ബ്രോഡ് ഗേജിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ഫോർ ബ്രോഡ് ഗേജ് റെയിൽവേസിന്റെ കേസിലാണെങ്കിൽ 12.8 മീറ്റർ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. 12.8 മീറ്റർ. അതേപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ഫോർ ഒരു എന്താ പറയാ, സ്റ്റാൻഡേർഡ് ലെങ്ത് ഫോർ എ
മീറ്റർ ഗേജ് ആണെങ്കിൽ 11.89 ആണ്. 11.89. ഓക്കെ, 11.89 മീറ്റർ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ ഒരു ബ്രോഡ് ഗേജ് റെയിൽസിന്റെ കേസിലാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 12.8 ആണ്. ദെൻ ഒരു മീറ്റർ ഗേജിന്റെ കേസിലാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 11.89 ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് റെയിൽ ലെങ്ത് ഫോർ എ ബ്രോഡ് ഗേജ് ആണ്. സോ എത്രയാണ്? 12.8 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ദ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് എ റെയിൽ ഹെഡ് അറ്റ് ടോപ്പ് ഈസ് കോൾഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോർഷനാണ്. രണ്ട് റെയിൽസുകൾ തമ്മിലുള്ള ആ ഒരു ഇന്നർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഗേജ് എന്ന് പറയുന്നത്. സോ 3B ഗേജ് ഓഫ് ദി ട്രാക്ക് ആണ് കറക്റ്റ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത് ഈസ് കോൾഡ്. ഒരു റെയിൽ ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് സ്ലീപ്പേഴ്സിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. അതായത് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്ന ഒരു പേരാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ലീപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ n+3 to n+6 ആണ്. ഓക്കെ, n+3 to n+6 ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളൊരു ബ്രോഡ് ഗേജ് റെയിൽ ആണെങ്കിൽ അതിന്റെ n എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസ് ആണ്. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രോഡ് ഗേജ് റെയിൽസ് ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 12.8 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ എന്താ 12.8 + 3 ഓർ 12.8 + 3 എന്നുള്ളതും കൊടുക്കുക. അതേപോലെ തന്നെ 12.8 + 6 ആ റേഞ്ചിന് ഇടയിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഡെൻസിറ്റി, സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മളോട് ചോദിച്ചത് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെങ്ത് ആണ്. സോ സ്ലീപ്പർ ഡെൻസിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അഗെയിൻ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബലാസ്റ്റ് ഇസ് പ്രൊവൈഡഡ് ഇൻ എ റെയിൽവേ ട്രാക്ക് ടു മെയിൻറ്റെയിൻ. എന്തിനു വേണ്ടിയിട്ടാണ് ബലാസ്റ്റ് കൊടുക്കുന്നത്? അപ്പൊ എന്താണ് ബലാസ്റ്റ് എന്ന് അറിയണം അല്ലെ? നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ട്രാക്ക് നോക്കുവാണെങ്കിൽ 2 റെയിൽ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ആ ഒരു ഗേജ് ഡിഫറൻസിൽ ഗേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 2 റെയിൽ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു റെയിൽ സെക്ഷൻ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു സ്ലീപ്പേഴ്സിന്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടാവും. സ്ലീപ്പേഴ്സിന് മുകളിലായിട്ടായിരിക്കും. ഈ ഒരു സ്ലീപ്പേഴ്സിന്റെ താഴെയായിട്ട് നമ്മൾ ബ്രോക്കൺ സ്റ്റോൺ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു റെയിൽവേ ട്രാക്കിൽ ബ്രോക്കൺ സ്റ്റോൺ കണ്ടിട്ടുള്ള ഒരു ട്രപ്പിസോഡൽ ഷേപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ബലാസ്റ്റ് എന്ന് പറയുന്നത്. ബലാസ്റ്റ് എന്താണ്? ബലാസ്റ്റിന്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇത് ഒരു കുഷ്യൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആക്ട് ആസ് എ കുഷ്യൻ ആൻഡ് മെയിൻറ്റെയിൻ എ ഇലാസ്റ്റിസിറ്റി. ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു പർപ്പസ് എന്താണെന്ന് നല്ല പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കുന്നു. അതിലൂടെ വെള്ളമൊക്കെ ഒഴിഞ്ഞിറങ്ങിയിട്ട് പ്രോപ്പർ ഡ്രെയിനേജ്, ഒരു റെയിൻ സീസണിലൊക്കെ പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു ബ്രോക്കൺ സ്റ്റോൺസിന്റെ പ്രോപ്പർ ഡ്രെയിനേജ്. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ബ്രോക്കൺ സ്റ്റോൺസ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ബലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ചോദിച്ചത് ബലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ വാട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ബലാസ്റ്റ് കൊടുക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഗേജ് ലെങ്ത് ഓഫ് എ മീറ്റർ ഗേജ്. ഒരു മീറ്റർ ഗേജിന്റെ കേസിലുള്ള ഗേജ് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ് ഗേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇന്നർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസുകൾക്കിടയിലുള്ള ആ ഒരു ഇന്നർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയായിരുന്നു നമ്മൾ ഗേജ് എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മീറ്റർ ഗേജ് എന്ന് പറയുമ്പം അതിന്റെ ആ ഒരു ഗേജ് ലെങ്ത്, 2 റെയിൽസ് തമ്മിലുള്ള ആ ഒരു ഗേജ് ലെങ്ത് വരുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 7 ഗേജ് ലെങ്ത് ഓഫ് എ നാരോ ഗേജ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ നാരോ ഗേജിന്റെ കേസിൽ ചോദിച്ചിരിക്കുകയാണ്. ഒരു നാരോ ഗേജ് ആണെങ്കിൽ ആ ഒരു ഗേജ് ലെങ്ത് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു
0.762 മീറ്റർ ആണ്. 0.762 മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ആ ഒരു ഗേജ് ലെങ്ത് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഗേജ് ലെങ്ത്തും പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്, ഓരോ ഗേജിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസും ഇമ്പോർട്ടന്റ് ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, റെയിൽ സീറ്റ് ഇസ് ഗിവൺ അറ്റ് എ സ്ലോപ്പ് ഓഫ്. എത്ര സ്ലോപ്പിലാണ് റെയിൽ സീറ്റ് കൊടുക്കുന്നത്? അപ്പൊ നിങ്ങളിപ്പോ ഒരു റെയിൽവേ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണാറ്? നമ്മൾ ആ ഒരു ട്രെയിനിന്റെ വീലുകൾ കാണാറ്. ഈ ഒരു വീലിന്റെ ബോട്ടം നമ്മൾ കുറച്ച് സ്ലോപ്ഡ് ആയിട്ട് കുറച്ച് ചെരിച്ചിട്ടാണ് കൊടുക്കാറ്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം ആ ഒരു മൂവ്മെന്റ് ഒക്കെ, ലാറ്ററൽ മൂവ്മെന്റ് ഒക്കെ പ്രിവെന്റ് ചെയ്തിട്ട് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ലോപ്ഡ് ആയിട്ടുള്ള ആ ഒരു വീലിനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നതും നമ്മളുടെ ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ആ ഒരു റെയിൽസ് എന്ന് പറയുന്നതും ചെറിയ രീതിയിൽ സ്ലോപ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചെറിയ രീതിയിൽ സ്ലോപ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ, എന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീല് സെന്ററിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു സ്ലീപ്പർ എന്ന് പറയുന്നതും 2 സൈഡിൽ കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ടായിട്ട് നമ്മൾ കാണാറുണ്ട്. 2 എഡ്ജിലായിട്ട് കുറച്ച് ഹൈറ്റിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ നോർമലി പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു വീലുകള് പിന്നെ സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കോണിംഗ് ഓഫ് വീല്. ദെൻ ആ ഒരു റെയിൽസുകൾ സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ടിൽറ്റിംഗ് ഓഫ് റെയിൽ. അല്ലെങ്കിൽ വേറൊരു പേര് നമ്മൾ പറയാറുണ്ട് കാണ്ടിങ് ഓഫ് റെയിൽ. ഈ അതർ നെയിംസുകൾ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കത് കൺഫ്യൂസിങ് ആവാറുണ്ട്. ദെൻ ഇങ്ങനെ ഒരു സ്ലീപ്പറുകൾ ആ ഒരു എഡ്ജിൽ കുറച്ച് ഹൈറ്റിൽ കൊടുക്കുന്ന ആ ഒരു ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കുന്ന അതിനെയാണ് അഡിസിങ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേരുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഫസ്റ്റ് വീലുകൾ ടിൽറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് കോണിംഗ് ഓഫ് വീല്, റെയിലിന്റെ കേസിൽ അത് ടിൽറ്റിംഗ് ഓഫ് റെയിൽ അല്ലെങ്കിൽ കാണ്ടിങ് ഓഫ് റെയിൽ. ദെൻ സ്ലീപ്പേഴ്സ് സ്ലോപ്ഡ് ആയിട്ട് കൊടുക്കുന്നത് അഡിസിങ് ഓഫ് സ്ലീപ്പേഴ്സ്. ദെൻ ഈ ഒരു 3 സെറ്റുകളും ചെയ്യുന്ന സ്ലോപ്പ് എത്ര ഇൻക്ലൈൻ ചെയ്തിട്ടാണെന്ന് ചോദിച്ചാൽ 1/20 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അതായത് ഒരു 20 ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വരുമ്പോൾ 1 വെർട്ടിക്കൽ എന്നുള്ള രീതിക്ക്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അതാണ്, റെയിൽ സീറ്റ് ഇസ് ഗിവൺ അറ്റ് എ സ്ലോപ്പ്, എത്ര സ്ലോപ്പിലാണ് കൊടുക്കുന്നത്? സോ 1/20 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിൽസ് ഇസ് നോൺ ആസ്. അതായത് ഒരു റെയിൽസിന്റെ ഇടയിലുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റിന് നമ്മൾ അധികം വിളിക്കുന്ന പേരാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ക്രീപ്പ് എന്നാണ് നമ്മൾ നോർമലി അറിയപ്പെടുക. അതായത് നമുക്കറിയാം ഏതൊരു സെക്ഷനും അതായത് ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനലി ഉണ്ടാവുന്ന മൂവ്മെന്റിനെയാണ് ക്രീപ്പ്. അങ്ങനെ ഒരു ക്രീപ്പിന്റെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു റെയിൽവേ ട്രാക്കിൽ ആന്റി ക്രീപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് യൂസ് ചെയ്യാറുണ്ട്, ആ ഒരു ക്രീപ്പ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആന്റി ക്രീപ്പേഴ്സ്. ഓക്കെ അല്ലേ? അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് എ ബലാസ്റ്റ് ഫോർ എ ബ്രോഡ് ഗേജ് ട്രാക്ക് ഓൺ ഇന്ത്യൻ റെയിൽവേ. ഒരു ബ്രോഡ് ഗേജ് ട്രാക്കിൽ കൊടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ആണ് ചോദിച്ചത്. ആ ഒരു സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് അത് നമുക്ക് 2 വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് നമുക്ക് 3 സെറ്റ് ബലാസ്റ്റ്, അതായത് നമുക്ക് 3 സെറ്റ് ഗേജസിന്റെ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വിഡ്സ് പഠിക്കാനുണ്ട്. ഒരു ബ്രോഡ് ഗേജ് റെയിൽ ആണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്നത് 3.35 മീറ്റർ ആണ്. ഇനി അതൊരു മീറ്റർ ഗേജ് ആണെങ്കിൽ അവിടെ വരുന്ന വാല്യൂ 2.25 മീറ്റർ ആണ്. 2.25 മീറ്റർ. ഇനി അതൊരു നാരോ ഗേജ് ആണെങ്കിൽ അവിടെ വരുന്ന വാല്യൂ 1.83 മീറ്റേഴ്സ് ആണ്. അങ്ങനെ 3 സെറ്റ് വാല്യൂ ഉണ്ട് ആ ഒരു വിഡ്ത്ത് ഓഫ് ഗേജസ് എന്ന് പറയുന്നത്. ഒരു ബ്രോഡ് ഗേജിന്റെ കേസിലാണെങ്കിൽ അത് 3.35 മീറ്റർ ആണ്. ദെൻ ഒരു മീറ്റർ ഗേജിന്റെ കേസിലാണ് അത് 2.25 ആണ്. നാരോ ഗേജിന്റെ കേസിലാണ് 1.83 ആണ്. അതായത് വിഡ്ത്ത് ഓഫ് ബലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിൽ കാണുന്ന ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ നോർമലി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ചോദിച്ചത്. ഒരു ഇന്ത്യൻ ബ്രോഡ് ഗേജ് ട്രാക്കിന്റെ കേസിൽ ഇന്ത്യൻ റെയിൽവേ കൊടുക്കുന്ന ആ ഒരു ബലാസ്റ്റ് വിഡ്ത്ത് ആണ് ചോദിച്ചത്. സോ ഓപ്ഷൻ ബി 3.35 മീറ്റർ ആണ് കറക്റ്റ് എന്ന് വരുന്നത്. അപ്പൊ ഇന്നെടുത്ത ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.